സ്വാമി സവിധത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ശ്രീ അനു അനന്തൻ. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണ്ണധ്വജ പ്രതിഷ്ഠയ്ക്ക് അതിൻ്റെ പൂർത്തീകരണത്തിന് മുൻകൈയെടുത്ത ശില്പികളിൽ പ്രധാനപ്പെട്ട ആളായ ശ്രീ അനന്തൻ ആചാര്യയുടെ മകനാണ് അനു. അനുവും ഒരു ശില്പിയാണ്, എഴുത്തുകാരനാണ്, ചലച്ചിത്ര പ്രവർത്തകനാണ്. അനു, സ്വാഗതം. സ്വാമി സാർ. സ്വാമി സാർ, മുൻവർഷത്തിലൊരിക്കൽ ജനം ടി വിക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ വ്യാപ്തി കൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ആയിട്ട് വാട്സാപ്പിലൊക്കെ അയച്ചിട്ടുണ്ട്. ശബരിമല സീസൺ ആകുമ്പോൾ വരും. അങ്ങനെ നല്ല പ്രതികരണങ്ങൾ അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും ഈ അവസരം ഒരുപാട് നന്ദി പറയുന്നു. ആ പുസ്തകത്തെ ബേസ് അതെ, മണിമണ്ഡപവും തങ്കധ്വജവും എന്ന അനു എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് പറയാൻ അഥവാ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല ഉത്സവം പല വിധത്തിൽ നമ്മൾ വായിച്ചും കേട്ടും അല്ലെങ്കിൽ പാട്ടുകളിലെ വരികളായിട്ടുമൊക്കെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ശബരിമല ഉത്സവം കുറച്ചുകൂടെ കൃത്യമായിട്ട് ശബരിമല ഉത്സവത്തെ വർണ്ണിക്കണം. ഇപ്പോൾ മണ്ഡല ഉത്സവകാലം പാടും ദാസേട്ടൻ പാടിയിട്ടുള്ളൊരു പാട്ടല്ലോ, ശ്രീ ശബരി ഗിരിയിലെ നിരയിലുള്ള താലം എന്നൊരു വരി ഓർമ്മയുണ്ട്. എന്താണ് ശബരിമല ഉത്സവത്തെ കുറിച്ച് പറയാനുള്ളത്? ശബരിമലയിലെ നമ്മൾ ഇപ്പം പലരും അങ്ങനെ കൂടുതൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാർ അറിയേണ്ടത്, അവിടെ ഒരു സിസ്റ്റമുണ്ട് ശബരിമലയിൽ. ആ ഭഗവാന്റെ ചൈതന്യം അല്ലെങ്കിൽ ഭഗവതി ആദിപരാശക്തിയുടെ ചൈതന്യം എന്താ പറയുക, കുടം നിറഞ്ഞ് ഒഴുകുന്ന പോലെ, അതായത് ഒരുപാട് തുളുമ്പി ഒഴുകുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ശബരിമല. ശബരിമലയുടെ ഉത്സവം എന്ന് പറയുന്നത് ശരിക്കും 3 ഉത്സവങ്ങളാണ്. നമ്മളുടെ അറിവുകൾക്ക് പരിമിതിയുണ്ട്, എങ്കിലും നമ്മുടെ അറിവിൽ പറഞ്ഞാൽ 3 ഉത്സവങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് പങ്കുണി ഉത്രത്തിന് ആറാട്ട് നടക്കണം. പങ്കുണി ഉത്രത്തിന്റെ പ്രത്യേകത അറിയാലോ, ഭഗവാന്റെ നാളാണ്. മീനത്തിൽ ഉത്രം പിറക്കുമ്പോൾ എന്നൊരു പാട്ടിൽ വരെയുണ്ട്, ഇനിയും ഭവാനിൽ പാട്ട് നൽകൂ ശ്രുതി പനിനീരിലാടിയ മീനത്തിൽ ഉത്രം. അതാണ് പങ്കുണി ഉത്രം, മീനത്തിൽ ഉത്രം. ആ മീനത്തിൽ ഉത്രത്തിന് ആറാട്ട് വരും. അത് 10ാം നാൾ ആറാട്ട് മീനത്തിൽ ഉത്രത്തിൽ വരുന്ന പോലെ ഒരു ഉത്സവം. അതിന് ആ 10 ദിവസം മുമ്പ് കൊടിയേറി 10ാം നാൾ ആറാട്ട്, അതൊരു ഉത്സവം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലോത്സവം, അതും പാട്ടുണ്ട്, മണ്ഡലോത്സവം. അപ്പം അവിടെ ഒരു വലിയ ആൾക്കാർ കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മണ്ഡലോത്സവം എന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ഡലകാലം എന്ന് പറയുന്ന 41 ദിവസത്തെ ഉത്സവമാണ് അവിടെ നടക്കുന്നത്. ഈ 41 ദിവസം കഴിഞ്ഞാൽ 41ാം ദിവസം വൈകിട്ട് അവിടെ നടയടയ്ക്കും. വൃശ്ചികം 1 മുതൽ അങ്ങോട്ടുള്ള 41 ധനുമാസം ഒരു 11ാം തീയതി നമ്മൾ 41 ചിറപ്പ് മഹോത്സവം എന്നൊക്കെ പറയുന്നു. എന്ന് പറയുന്നത് 41 ആ മണ്ഡലകാല ഉത്സവം. ഓരോ ദിവസവും ഉത്സവകാലത്തിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഈ 41 ദിവസവും ഓരോ പൂജാവിധികൾ, താന്ത്രിക വിധിയാണ്, പൂജാവിധികളോടുകൂടി 41 ദിവസം. അല്ലാതെ അത് മറ്റ് ഒരു ഇതിലേക്കല്ല, അതൊരു മണ്ഡല ഉത്സവം എന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനമായും ശബരിമലയിലെ ഏറ്റവും പ്രധാന ഉത്സവം, അതായത് ശബരിമല അയ്യപ്പൻ പന്തളകുമാരൻ ആര്യൻ കേരുളൻ, അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിന് ഒരുപാട് പഴക്കമുണ്ട്. ഒരുപാട് പഴക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴിൽ കൊട്രേവി എന്ന് പറയുന്ന പോലെ നമ്മൾ കേരളത്തിൽ അതിനെ ചിന്തിച്ചാൽ കരുനീലി എന്നൊക്കെ പറയുന്ന ഭദ്രകാളിയുടെ ഒരു, അതായത് ശരിക്കും സംഘദേവത, അതായത് നമ്മളെ എന്താണ് പറയുക, യുദ്ധദേവത, സംരക്ഷക ദേവത എന്നൊക്കെ പറയുന്ന ഒരു ഭഗവതി. അതുപോലെ തന്നെ ധർമ്മശാസ്താവ്, ധർമ്മത്തെ പരിപാലിക്കുന്ന ശാസ്താവ്, അങ്ങനെ ഒരു സങ്കല്പം ശബരിമലയിലുണ്ടായിരുന്നു. ആ ശാസ്താവിലേക്ക് പന്തളകുമാരൻ ലയിക്കുമായിരുന്നു, വിലയം പ്രാപിക്കുമായിരുന്നു. ആ തൻ്റെ ഭഗവതി കുടികൊള്ളുന്നിടത്ത് മണിമണ്ഡപം, ഇന്നത്തെ മണിമണ്ഡപം, അവിടെ സമാധി ആയിക്കൊണ്ട് ഈ ശാസ്താവിലേക്ക് ലയിക്കുമായിരുന്നു. അതിനുശേഷം മുതൽ അവിടെ നടക്കുന്ന പ്രധാന ഉത്സവമാണ് മകരവിളക്ക് മഹോത്സവം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പം നമ്മൾ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ മകരജ്യോതി എന്ന് പറയുന്നതാണ് മകരവിളക്ക് എന്നുള്ളതാണ്. മകരജ്യോതി അത് ജ്യോതിയാണ്. മകരജ്യോതി എന്ന് പറയുന്നത് മകരജ്യോതി മാത്രമാണ്. വിളക്ക് മഹോത്സവം എന്ന് പറഞ്ഞാൽ മകരവിളക്കിന് പിന്നീടുള്ള 5 ദിവസങ്ങളിൽ ഭഗവാനെ മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് വിളക്കുകളുടെ അകമ്പടിയോടുകൂടി ഈ ഭഗവാന്റെ അടയാള ചിഹ്നങ്ങളായ കൊടികളോടുകൂടി വിളക്കിൻ്റെ അകമ്പടിയോടുകൂടി വരുന്ന ഉത്സവമാണ് വിളക്ക് മഹോത്സവം. അതാണ് മകരവിളക്ക് മഹോത്സവം. അതായത് മകരവിളക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും സീസണിൽ പൂർത്തിയായി എന്ന് കരുതുന്ന ഒരുപാട് പേര്. അത്ര ഈ മകരജ്യോതി കണ്ടു കഴിഞ്ഞാൽ അവിടെ അതിന് തുടർച്ചയായിട്ട് മകരജ്യോതി ദർശനത്തിന്
തൊട്ടടുത്ത ദിവസങ്ങളിൽ മകരജ്യോതി ദർശനത്തിലാണ് സമാധിയിലിരിക്കുന്ന, അതായത് ഒരു സമാധിയിലിരിക്കുന്ന ഒരാൾക്ക് ഉണരാനും എപ്പോൾ വേണേലും ഉണർത്താനും കഴിയും. അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ജ്യോതി തെളിയുമ്പോൾ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ജ്യോതി സമയത്ത് ഞാൻ അങ്ങനെ എനിക്കത് എൻ്റെ ദൃഷ്ടിയിൽ വന്നിട്ടുണ്ട്. ഒരു താരക, ഒരു നക്ഷത്രം ആ ജ്യോതിയോട് മകര അത് സംക്രമ നാളിലെ നക്ഷത്രമാണ്. അതിനാണ് ദിവ്യത്വം, മകരജ്യോതി. ആ നക്ഷത്രം താരക ബ്രഹ്മമായി ഉണരുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആ താരക ബ്രഹ്മമായി ഭഗവാൻ അവിടെ ജ്വലിക്കുമ്പോൾ ഇവിടെ സമാധിയിൽ നിന്ന് മണിമണ്ഡപത്തിൽ ഭഗവാൻ ഉണരുകയാണ്. പിന്നീടുള്ള 5 നാളാണ് ശബരിമലയിൽ സമ്പ്രദായപ്രകാരം ഉള്ള ശരിക്കുള്ള ഉത്സവം നടക്കുന്നത്. ഇങ്ങനെ, അതായത് മീനത്തിൽ പങ്കുണി ഉത്രം, 41 മണ്ഡലകാല ഉത്സവം, മകരവിളക്ക് മഹോത്സവം, അങ്ങനെ 3 ഉത്സവങ്ങളാണ് ശരിക്കും ശബരിമലയെ സംബന്ധിച്ചുള്ളത്. അതിലേറ്റവും പ്രധാനവും പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ആര്യൻ കേരളമനുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടക്കുന്ന യഥാർത്ഥ ഉത്സവം എന്ന് പറഞ്ഞാൽ മകരവിളക്ക് മഹോത്സവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും. ശബരിമലയിൽ ഉത്സവ വിശേഷങ്ങൾ പറഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് മണ്ഡലകാലത്തിൽ വൃശ്ചികം, ധനു, മകര മാസ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ വരുന്നത്. പിന്നെ മാസാദ്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് വ്രതമെടുത്ത് പോകുമ്പോൾ ഉള്ള ഭക്തി അത് ലൗകിക ജീവിതത്തിലും പൂർണ്ണമായിട്ടും മാറി വളരെ ആത്മീയമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ്. ബാക്കിയുള്ളൊരു വർഷക്കാലയളവിൽ ഭൗതിക സുഖങ്ങളിലും ലൗകിക ജീവിതത്തിലും മുഴുകേണ്ടവരാണ് മനുഷ്യൻ. നമുക്കതിനെ വേറെ മാറ്റി പറയുക എളുപ്പമല്ല ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ. അപ്പോഴും ഹൃദയത്തിൽ, മനസ്സിൽ, പ്രാർത്ഥനകളിൽ, സാധനകളിൽ, ജപത്തിലൊക്കെ അയ്യപ്പ ചൈതന്യത്തെ നിലനിർത്താൻ പറ്റുന്നിടത്താണല്ലോ യഥാർത്ഥത്തിലൊരു ഭക്തൻ്റെ ഭക്തിയുടെ പൂർണ്ണത. ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം എല്ലാ മാസവും 5 ദിവസം നട തുറക്കും. ആ ഒരു സമ്പ്രദായം. അപ്പം രാവിലെ ആൾക്കാർ മാലയിട്ട്, ശരിക്കും പങ്കുണി ഉത്രം എനിക്കൊന്നും എല്ലാവർക്കും അറിയില്ല. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയിട്ട് മാലയിട്ട് ഉച്ചയ്ക്ക് ശബരിമല പോയി തിരിച്ചു വരുന്നു. പക്ഷേ അതിനകത്ത് വേറൊരു സത്യമുണ്ട് ഹരി. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ, ഒരുപക്ഷെ എനിക്ക് നമ്മുടെ തെറ്റുമാകാം, എപ്പോഴും മലയാളിയുടെ ഒരു വികാരമാണ് അയ്യപ്പൻ. മനസ്സിൽ കുടികൊള്ളുന്ന ഒരാളാണ് അയ്യപ്പൻ. മറ്റുള്ളവർക്ക് അയ്യപ്പനാണെങ്കിൽ പോലും പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഈ 41 ദിവസം മാത്രമേ അവർ ശരിക്കും അയ്യപ്പനാവുന്നുള്ളൂ. പിന്നീട് അവർക്ക് അയ്യപ്പനില്ല, ഒന്നുമില്ല, അങ്ങനെയില്ല. ഈ 41 ദിവസം അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ അയ്യപ്പനുണ്ട്. ശരിക്കും ഈ കാലയളവിലെല്ലാം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ അയ്യപ്പൻ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ചേഞ്ചസ്. കാരണം അത്ര പവറാണ് അവിടെ. എന്ത് വിഷയങ്ങളുണ്ടായി എന്ന് പറഞ്ഞാലും ഇപ്പം വേറൊന്നും ചിന്തിക്കേണ്ട. ഓരോ വർഷം കഴിയുമ്പോഴും ശബരിമലയിൽ തിരക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അതിപ്പം ഇപ്പം നമ്മൾ പണ്ട് ശബരിമലയിൽ പോയിരുന്നത് വ്രതമനുഷ്ഠിച്ച്, അത് ഒരു ശബരിമലയിലേക്കൊരു യാത്രയെന്ന് പറഞ്ഞാൽ അത് ഈ 41 നാൾ കഠിന വ്രതം അനുഷ്ഠിച്ചിട്ട് അതിനുശേഷം പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് ഇന്ന് മണ്ഡലകാലമായിട്ട് നിൽക്കുന്നത്. ആ മകരവിളക്ക് മഹോത്സവത്തിന് പോകാനുള്ളൊരു കാലമാണ് മണ്ഡലകാലം. ഇന്നിപ്പം എല്ലാം ഒരുപോലായി. അപ്പം എന്തു തന്നെ സംഭവിച്ചാലും അവിടെ ഭഗവാന്റെ ചൈതന്യത്തിന് ശക്തി കൂടുന്നു എന്നുള്ളതല്ലാതെ പലവിധ പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ്, വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നിടത്ത് അവിടേക്കുള്ള ആളുകളുടെ പ്രവാഹം കുറയല്ല, കൂടുകയാണ്, ഇരട്ടിയാവുകയാണ്. അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ പോകുന്ന ഓരോ വഴി, പണ്ട് ശബരിമലയിലേക്കുള്ള യാത്ര ദുർഘടം പിടിച്ച യാത്രയായിരുന്നു. ഇന്ന് പമ്പ വരെ വണ്ടി ചെല്ലും. ഇന്ന് അവിടെ എങ്ങനെ ഹെലികോപ്റ്റർ ഇറക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അത് ചെയ്യാതെ അത് നമ്മൾ നടന്ന് തന്നെ മല കയറി കഠിന വ്രതത്തോടുകൂടി ഇരുമുടി ഏന്തി കല്ലും മുള്ളും ചവിട്ടി മലയിൽ കയറി ഭഗവാനെ ഒരു നോക്കൊന്ന് കണ്ടാൽ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു തൃപ്തിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാര്യം. ഒരു നിമിഷം എന്നെയൊക്കെ സംബന്ധിച്ച് അവിടെ നിന്ന് തൊഴുതിട്ട് ഭഗവാനെ ഒരു നോക്ക് കണ്ടാൽ അടുത്തൊരിത് എത്രയും പെട്ടെന്ന് മണിമണ്ഡപത്തിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. കാരണം ഈ ശബരിമലയുടെ യഥാർത്ഥ ഊർജം അയ്യപ്പൻ എന്ന്, സ്വാമിയെ അയ്യപ്പ എന്ന് പറയാം നമ്മൾ കയറുന്നത്. ഇവിടെ സ്വാമിയെ കണ്ടാൽ അടുത്ത അയ്യപ്പനാണ്. അയ്യപ്പനെ കാണാൻ എത്രയും പെട്ടെന്ന് മണിമണ്ഡപത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ആ മണിമണ്ഡപത്തിലാണ് ശരിക്കും സമാധി. നോക്കൂ, ഇപ്പം ഇതൊരു വലിയ അറിവാണ്. കാരണം ശരിക്കും ഭക്തർ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥനയോടുകൂടി ചെല്ലുന്നവർക്ക് ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ടാവാം അവരൊരു പക്ഷെ തത്വമസിയുടെ അർത്ഥം വളരെ വിശദമായി മനസ്സിലാക്കാനോ മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം അറിയാനോ 18-ാം പടിയെക്കുറിച്ചോ കടുത്തസ്വാമിയെക്കുറിച്ചോ ഒക്കെ അറിയാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. അത് തെറ്റായും പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായിട്ട് അത്തരം വിവരങ്ങൾ സംവദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹരി ആദ്യം തന്നെ ചോദിച്ചില്ല, തത്വമസി. നമ്മൾ ശബരിമലയിൽ പോയാൽ നമ്മൾ ആദ്യം കാണുന്ന തത്വമസിയാണ്. അതെന്താണ്? നീ ആരെ കാണാൻ വന്നു?
നിൻ്റെ ഉള്ളിലാണ് ആ ശക്തി. നീ ആരെയാണോ കാണാൻ വന്നത് ആ ശക്തി നീ തന്നെയാണ്. തത്ത് ത്വം അസി. അസി. അതെ, അത് നീ തന്നെയാണ്. അല്ലേ? അതാണ് ആ തത്വമസി. ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. സ്വാമി ശരണം. സ്വാമി ശരണം.